പ്രധാനമന്ത്രിമാരെ അവരുടെ ഭരണക്രമത്തിനനുസരിച്ച് ഒരു പാട്ടിലൂടെ പഠിക്കാം. നെഹ്റു, ശാസ്ത്രി, ഗാന്ധി, ദേശായി, ചരൺ, ഇന്ദിര, രാജീവ് സിംഗ്, ശേഖർ, റാവു, വാജ്പേയി, ഗൗഡ, ഗുജറാൾ, വാജ്പേയി, മൻമോഹൻ, മോദി സർക്കാരും, മൻമോഹൻ മോദി സർക്കാരും. നെഹ്റു, ശാസ്ത്രി, ഗാന്ധി, ദേശായി, ചരൺ, ഇന്ദിര, രാജീവ് സിംഗ്, ശേഖർ, റാവു, വാജ്പേയി, ഗൗഡ, ഗുജറാൾ, വാജ്പേയി, മൻമോഹൻ മോദി സർക്കാരും, മൻമോഹൻ മോദി സർക്കാരും. പ്രസിഡന്റുമാരെ അവരുടെ ഭരണക്രമത്തിനനുസരിച്ചൊരു പാട്ടിലൂടെ പഠിക്കാം. രാജു, രാധാ, സക്കീർ, ഗിരി, അലി, റെഡ്ഡി, രാജു, രാധാ, സക്കീർ, ഗിരി, അലി, റെഡ്ഡി, സിംഗ്, രാമൻ, ശർമ, നാരായണൻ, കലാം, പാട്ടീൽ, മുഖർജി, രാംനാഥ് കോവിന്ദ്, കലാം, പാട്ടീൽ, മുഖർജി, രാംനാഥ് കോവിന്ദ്, രാജു, രാധാ, സക്കീർ, ഗിരി, അലി, റെഡ്ഡി, രാജു, രാധാ, സക്കീർ, ഗിരി, അലി, റെഡ്ഡി, സിംഗ്, രാമൻ, ശർമ, നാരായണൻ, കലാം, പാട്ടീൽ, മുഖർജി, രാംനാഥ് കോവിന്ദ്, കലാം, പാട്ടീൽ, മുഖർജി, രാംനാഥ് കോവിന്ദ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ, നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പോയി നോക്കിയാൽ അവിടെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറേ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ചുരങ്ങൾ പാട്ടിലൂടെ, കേരളത്തിലെ ചുരങ്ങൾ പാട്ടിലൂടെ, തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ ഭരണക്രമം പാട്ടിലൂടെ, അതുപോലെ കുറേ കാര്യങ്ങൾ, പിന്നെ അലസവാതകങ്ങളെ പാട്ടിലൂടെ പഠിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെറുതായിട്ട് പാട്ടിലൂടെ പഠിക്കാമെന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതുള്ള ക്ലാസ്സുകൾ ചാനലിലുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് പാടിയെന്നേ ഉള്ളൂ. അതൊന്ന് പോയി നോക്കണേ. PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് PSC ബുള്ളറ്റിൻ 10000 GK, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കില്ലേ 10000 GK അടങ്ങിയൊരു ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായാൽ തുടർ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, ഓളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂക്ലിയസ്, മർമ്മം കണ്ടുപിടിച്ചത്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അമർനാഥിലെ ആരാധനാമൂർത്തി ആരാണ്? അമർനാഥിലെ ആരാധനാമൂർത്തി ശിവനാണ്, ശിവൻ. അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്, അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ. കാലിഫോർണിയ അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ. ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു? UV റേസിനെ. ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു? UV റേസ്, അൾട്രാ വയലറ്റ് കിരണത്തിനെ. നിയമ സംവിധാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്ന പുരാതന നഗരം ഏതാണ്? നിയമ സംവിധാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പുരാതന നഗരമാണ് റോം. റോമാണ്, റോം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര.
ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 5 അല്ലേ? ഫെബ്രുവരി 5-നാണ് 22 പോലീസുകാരാണ് അവിടെ വധിക്കപ്പെട്ടത്. പിന്നെ ഉത്തർപ്രദേശിൽ അല്ലേ? ഉത്തർപ്രദേശിലാണ് ഗോരഖ്പൂർ അല്ലേ? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് ചൗരി ചൗര എന്ന ഗ്രാമം അവിടെ. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളാണ് NV ജോസഫ്, സി കേശവൻ, അതുപോലെ തന്നെ PK കുഞ്ഞ്. സി കേശവനുണ്ട്, PK കുഞ്ഞുണ്ട്, NV ജോസഫുണ്ട്. എന്തിന്? 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം കേട്ടോ. 1932-ലെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കളാണ് NV ജോസഫ്, സി കേശവന്, PK കുഞ്ഞ്. നിഹിലിസം എന്ന വാക്ക് നിഹിലിസം എന്ന വാക്ക് രൂപപ്പെടുത്തിയത് ആരാ? ഇവാൻ ടർജനേവാണ്. ഇവാൻ ടർജനേവാണ് നിഹിലിസം എന്ന വാക്ക് രൂപപ്പെടുത്തിയത്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താ? ഓർഡിനൻസ് ആണ്. ഓർഡിനൻസ് ഇന്നില്ല, ഇടയ്ക്ക് ഇന്നുണ്ടല്ലേ? ഓർഡിനൻസ് ഇന്നുണ്ട്, ഒരു ഇന്നിവിടെ കിടപ്പുണ്ടെന്ന് ഓർത്തോണം. ഓക്കെ, ഓർഡിനൻസ്. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷങ്ങൾ. ഏതൊക്കെ വർഷമാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? 1969 നടന്നിട്ടുണ്ട്, 1980 നടന്നിട്ടുണ്ട്, 1969 80 നടന്നിട്ടുണ്ട്. നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം. നിക്കോബാർ ദ്വീപുകളോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്തോനേഷ്യയാണ്. നിക്കോബാർ ദ്വീപുകളോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം കാൺപൂരിലാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റാണ് ആര്? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ആരാ? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് KR നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റാണ്. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സമുദായങ്ങൾ ആരൊക്കെയാ? ഈഴവര്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ഈഴവരും ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ്. പ്രാചീന കേരളത്തിൽ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന നമുക്കറിയാം നന്നങ്ങാടികളിലാണ്. പ്രാചീന കാലത്ത് ശവശരീരങ്ങൾ നന്നങ്ങാടികളിലാണ് അടക്കം ചെയ്തിരുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ചത് വാണ്ടിവാഷാണ്. വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. ഇത് നടന്ന വർഷമേ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻസർ ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഗ്രീസിനും തുർക്കിക്കുമിടയിലുള്ള മധ്യധരണ്യാഴിയുടെ ഭാഗം അറിയപ്പെടുന്ന പേര്. ഗ്രീസിനും അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗ്രീസിനും തുർക്കിക്കും ഇടയിലുള്ള മധ്യധരണ്യാഴിയുടെ ഭാഗം. ഇത് ഗ്രീസ് നിർത്തും. ഗ്രീസ്, തുർക്കി, ഇതിന് തമ്മിലിടയിലുള്ള മധ്യധരണ്യാഴിയുടെ ഭാഗം ഏതാ? ഈജിയൻ കടലാണ്. ഈജിയൻ കടൽ ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈജിയൻ കടലാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്?
കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു KR നാരായണൻ. പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അതാരാ? പ്രധാനമന്ത്രിയാണ് നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം, അതൊന്നും പറയേണ്ട കാര്യമേ ഇല്ല, ഗുജറാത്താണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദാണ്. നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഹോളി. എല്ലാവർക്കും അറിയാമല്ലോ ഇത്. ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. പ്രക്രിയയാണെന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താണ്? ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണോ അവിടെ തന്നെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ഓഗസ്റ്റ് 12 ആരുടെ ജന്മദിനം? വിക്രം സാരാഭായിയുടെ ജന്മദിനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാ? ഹൈദരാബാദാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. പട്ടേൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദ്. പിന്നെ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനവും ഹൈദരാബാദിലാണ്. ട്രൂഷ്യൽ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂവിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ട്രൂഷ്യൽ സ്റ്റേറ്റുകൾ എന്ന പേരിൽ, ട്രൂഷ്യൽ എന്ന് എഴുതി കാണിക്കണോ? നോക്കോ, ട്രൂഷ്യൽ സ്റ്റേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത് UAE ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പിൻ്റെ പേരെന്താണ്? സുവോമോട്ടോ ആണ്. സുവോമോട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നിയമവിരുദ്ധമായ നടപടി കണ്ടാൽ മജിസ്ട്രേറ്റിന് എന്തെടുക്കാൻ പറ്റും? ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കാം? സുവോമോട്ടോ പ്രകാരം. പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം ഏതാണ്? അത് നമ്മുടെ സസ്തനികളാണ്. പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗമാണ് സസ്തനികൾ. നിയമസഭാ അധ്യക്ഷൻ, മുഖ്യമന്ത്രി, ഗവർണർ. നിയമസഭയുടെ അധ്യക്ഷനായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഗവർണറായിട്ടുണ്ട് എന്നീ പദവികളിലെത്തിയ മലയാളി ആരാണ്? നിയമസഭാ അധ്യക്ഷന്, മുഖ്യമന്ത്രി, ഗവർണർ എന്നീ പദവികളിലെത്തിയ മലയാളിയാണ് AJ ജോൺ. പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം എല്ലാവർക്കും അറിയാം, അത് പടയണിയാണ്. 13ാം നൂറ്റാണ്ടിൽ ആസാം കീഴടക്കിയ അഹോം വംശജർ ഭരണത്തിനായി നിയോഗിച്ച വൈസ്രോയിമാർ ഏത് പേരിൽ അറിയപ്പെട്ടു? 13ാം നൂറ്റാണ്ടിൽ ആസാം കീഴടക്കിയ അഹോം വംശജർ ഭരണത്തിനായി നിയോഗിച്ച വൈസ്രോയിമാർ അത് ഫർക്കന്മാർ എന്നറിയപ്പെടും. ഫർക്കന്മാർ കണ്ടോ, ഫർക്കന്മാരെന്ന് അറിയപ്പെടും.
നാഷണൽ എൻവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ എൻവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നീരി അല്ലേ? നീരി അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. നീരി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാഷണൽ എൻവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നീരി. ആ സ്ഥാനം എവിടെയാണ്? ഓറഞ്ച് സിറ്റി എവിടെയാണോ അവിടെ. കേന്ദ്ര നാരക ഗവേഷണ കേന്ദ്രം എവിടെയാണോ അവിടെ. നാഗപ്പൂരാണ്. നാഗപ്പൂര്. ഏത് ഗുപ്തരാജാവിൻ്റെ സദസ്യരെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത്? ഏത് ഗുപ്തരാജാവിൻ്റെ സദസ്സിനെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത്? ആരെയാ? ഏതാണ്? ഏത് ഗുപ്തരാജാവിൻ്റെയാ അത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, വിക്രമാദിത്യൻ്റെ സദസ്സ് അല്ലേ? വിക്രമാദിത്യൻ്റെ സദസ്സിനെയാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ പേര് വിക്രമാദിത്യൻ. നിഷ്ക്രിയ വാതകങ്ങൾ അല്ലെങ്കിൽ കുലീന വാതകങ്ങൾ എന്ന് അറിയപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ്? അലസവാതകങ്ങൾ അല്ലേ? അതിനൊരു പാട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ നോക്കണം. അത് ഞാൻ ആ പ്ലേലിസ്റ്റിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തതിലുണ്ട് കേട്ടോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ അലസവാതകങ്ങൾ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ അലസവാതകങ്ങൾ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒഗ്നേസണും കൂടെ പഠിച്ചേക്കണേ. ഒഗ്നേസണും കൂടെ ഉണ്ട് അലസവാതകങ്ങളിൽ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഒഗ്നേസൺ. ഇവയാണ് അലസവാതകങ്ങൾ, നിഷ്ക്രിയ വാതകങ്ങൾ, കുലീന വാതകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നാഷണൽ പോലീസ് അക്കാഡമി, നമ്മൾ പറഞ്ഞില്ലേ പട്ടേൽ സർദാർ വല്ലഭായി പട്ടേൽ പോലീസ് അക്കാഡമി, പട്ടേൽ പോലീസ് അക്കാഡമി, ഹൈദരാബാദ്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? ഏത് സംയുക്തമാണ് ഹൈപ്പോ? ഏതാ? സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ് ആണ്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്? സോഡിയം തയോസൾഫേറ്റ് ആണ്. ഏത് സംസ്ഥാനത്തിലെ സമ്പദ് വ്യവസ്ഥയാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ? ഉത്തരാഖണ്ഡാണ്. ഏത് സംസ്ഥാനത്തിലെ സമ്പദ് വ്യവസ്ഥയാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത്? ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് മുഹമ്മദ് ഗോറിയാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് മുഹമ്മദ് ഗോറി. കേരള നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി? കേരള നിയമസഭാംഗമായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ആരാ? റോസമ്മ പുന്നൂസാണ്. റോസമ്മ പുന്നൂസ്. പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബാങ്കോക്കാണ്. പാപികളുടെ നഗരം ബാങ്കോക്ക്. പല്ലവന്മാരുടെ തലസ്ഥാനമായിരുന്നതും പട്ട് വ്യവസായത്തിന് പേര് കേട്ടതുമായ സ്ഥലം? പല്ലവന്മാരുടെ തലസ്ഥാനം നമുക്കറിയാം, കാഞ്ചീപുരം. പട്ടിനും പ്രസിദ്ധമാണ്. ആദ്യ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തത് ആരാ? BBC. ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം ചെയ്തത് BBC. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ബീഹാർ അല്ലേ? ജനസാന്ദ്രത കുറഞ്ഞതോ? അരുണാചൽ പ്രദേശാണ്. സപ്ത സഹോദരിമാരിൽ വലുതും അരുണാചൽ പ്രദേശാണ്.
ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്? ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്? എവിടുന്നാ? ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ. ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ. ഇന്നർ പ്രീവിയസ് ആണ് ഇതല്ല കേട്ടോ. ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ഏതൊക്കെ? പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകളെ ഏതൊക്കെയാണ്? ബിലിറുബിൻ, 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 ബിലിവെറിഡിൻ, ബിലിവെറിഡിൻ, ബിലിറുബിനും ബിലിവെറിഡിനും. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു, പണക്കാരൻ നിയമത്തെയും. നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു, പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞതേ ആരാ? നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു കേട്ടോ. പണക്കാരൻ നിയമത്തെ. ഒളിവർ ഗോഡ്സ്മിത്ത് ആണ്. ഏത് ദൈവത്തെയാണ് നായനാർമാർ ആരാധിക്കുന്നത്? നായന്മാർ എന്നുള്ളതായിരിക്കും അല്ലേ? ശിവനാണ്. ശിവൻ. ഓക്കെ. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ഡൽഹി. ഭാരത്തിൽ രണ്ടാം സ്ഥാനമുള്ള പക്ഷി. ഭാരത്തിൽ രണ്ടാം സ്ഥാനം കസോവരി. ഭാരത്തിൽ രണ്ടാം സ്ഥാനം കസോവരി. ഭാരതരത്നവും ഓണററി ഓസ്കാറും നേടിയ ആദ്യ വ്യക്തി. ഭാരതരത്നവും ഓണററി ഓസ്കാറും നേടിയതേ സത്യജിത്ത് റേക്കാണ് ഭാരതരത്നവും ഓണററി ഓസ്കാറും. ഏറ്റവും വലിയ വായുള്ള സസ്തനം ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഏറ്റവും വലിയ വായില്ലേ അതുള്ളത് ഹിപ്പോപ്പൊട്ടാമസിനാണ്. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാത വെസ്റ്റ് കോസ്റ്റ് കനാൽ. പതാക പഠനം വെക്സിലോളജി. പതാക പഠനമാണ് വെക്സിലോളജി. ട്രാവൻകൂർ സിമൻസിൻ്റെ ആസ്ഥാനം. നാട്ടകം. ട്രാവൻകൂർ സിമൻസിൻ്റെ ആസ്ഥാനമാണ് നാട്ടകം. ട്രാവൻകൂർ സിമൻസിൻ്റെ ആസ്ഥാനം നാട്ടകം. അടുത്ത ക്വസ്റ്റ്യൻ. പാബ്ലോ നെരൂദ ജനിച്ച രാജ്യം. പാബ്ലോ നെരൂദ ജനിച്ചത് ചിലി. പാബ്ലോ നെരൂദ ജനിച്ച രാജ്യമാണ് ചിലി. പമ്പയുടെ ഉത്ഭവം പുളച്ചിമല. പമ്പയുടെ ഉത്ഭവം പുളച്ചിമല. പമ്പയുടെ ഉത്ഭവം. ബർദോളി സത്യാഗ്രഹം നയിച്ചത്. ബർദോളി സത്യാഗ്രഹം നടന്ന 1928 പട്ടേലാണ് അതിന് നേതൃത്വം. സർദാർ വല്ലഭായ് പട്ടേൽ. പല്ലവ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ആരാണ്? നരസിംഹവർമ്മൻ ഒന്നാമനാണ്.
പല്ലവ വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാരാണ്? നരസിംഹവർമ്മൻ ഒന്നാമൻ. നരസിംഹവർമ്മൻ ഒന്നാമനാണ്. ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത ആരാന്നറിയാം? ന്യൂസ് പേപ്പർ ബോയ് ആരാ? പി രാംദാസ് ആണ്. പി രാംദാസ്. അത് ശരിയായില്ല. പി രാംദാസ്. പി രാംദാസ് ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. പല്ലവ വംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. പല്ലവ വംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലം. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലം. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് ആരാ? ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് സാമുവൽ കോഹൻ. സാമുവൽ കോഹൻ. ഏത് വർഷം? 1958 കേട്ടോ. ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? സാമുവൽ കോഹൻ. 1958. പർവ്വത പഠനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താ? ഓറോളജി. പർവ്വത പഠനം ഓറോളജി. ബീഹാറിൻ്റെ ദുഃഖം എല്ലാവർക്കും അറിയാം, കോസി നദിയാണ്. ഇന്ത്യയുടെ തന്നെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏകദേശം അത് തന്നെ. നാശകാരിയായ നദി കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഒന്ന് ആലോചിച്ചാൽ കിട്ടും, KR ഗൗരിയമ്മ. വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? വാട്ടർ ഗ്യാസ് ഇല്ലേ, വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണെന്ന് പറഞ്ഞേ. വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? ഹൈഡ്രജൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും ഒരു പേജ് മൊത്തം വേണം അല്ലേ എഴുതാൻ. വാട്ടർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? ഹൈഡ്രജൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും. ഓക്കെ. ബീജക്ക് രചിച്ചത് ആരാണ്? ബീജക്ക് കായാണ്. ബീജക്ക് രചിച്ചത് ആരാ? കബീർദാസ് അല്ലേ. ബീജക്ക് രചിച്ചത് കബീർദാസാണ്. ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? ബുധനില്ലേ, ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 88 ദിവസം കൊണ്ടാണ്. ബുധൻ 88 ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ബുക്കർ സമ്മാനം 2 പ്രാവശ്യം നേടിയ ആദ്യ വ്യക്തി. ബുക്കർ സമ്മാനം 2 തവണ നേടിയത് ആരാന്നറിയാവോ? JM കൂറ്റ്സെ. ഗ്രീക്ക് ദേവന്റെ പേരിലുള്ള ഏക ഗ്രഹം. ബുക്കർ സമ്മാനം 2 പ്രാവശ്യം നേടിയ ആദ്യ വ്യക്തിയാണ് JM കൂറ്റ്സെ. ഗ്രീക്ക് ദേവന്റെ പേരിലുള്ള ഏക ഗ്രഹം ഏതാ? ഗ്രീക്ക് ദേവന്റെ പേരിലുള്ള ഏക ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഗ്രീക്ക് ദേവന്റെ പേരിലുള്ള ഏക ഗ്രഹമാണ് യുറാനസ്. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടാകുന്ന ഭൂമിയുടെ പേര് ദേവസ്വം ബോർഡ് വകുപ്പ് എന്ന് പറയും അല്ലേ. ദേവസ്വം ബോർഡ് വക, അങ്ങനെയല്ല, വകുപ്പല്ല, ദേവസ്വം ബോർഡ് വക. ക്ഷേത്ര ഉടമസ്ഥതയിലുള്ള ഭൂമി ദേവസ്വം. ഡ്രാക്കുള നോവലിന് പശ്ചാത്തലമായ കാർപ്പാത്തിയൻ മലനിരകൾ ഏത് രാജ്യത്താണ്?
ഏത് രാജ്യത്താണ്? ഡ്രാക്കുള നോവലിന് പശ്ചാത്തലമായ കാർപ്പാത്തിയൻ മലനിരകൾ റൊമാനിയ, സ്ലൊവാക്യ, പോളണ്ട് എന്നീ രാജ്യങ്ങൾ. 2 രാജ്യങ്ങളായിട്ടാണ് അല്ലേ? കാർപ്പാത്തിയൻ മലനിരകൾ റൊമാനിയ ഒരു രാജ്യം, സ്ലൊവാക്യ 3 രാജ്യങ്ങളിലായിട്ടാണോ? പോളണ്ട് എന്നീ രാജ്യങ്ങളാണ്. ഓക്കെ, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്ത് വെക്കാം. പാത്തുമ്മയുടെ ആടെന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് അതൊന്ന് പറഞ്ഞു. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ്. എവിടുത്തെ ഗാന്ധിയാ? ബീഹാർ ഗാന്ധി, രാജേന്ദ്ര പ്രസാദ്. ബുദ്ധൻ ആദ്യമായി പ്രഭാഷണം നടത്തിയ സാരാനാഥ് ഉത്തർപ്രദേശ്. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. അലക്കുകാരം രാസനാമം. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അലക്കുകാരം അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ്. അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? അൽമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്. ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയവുമായി ബന്ധപ്പെട്ട് അക്ബർ നിർമ്മിച്ച സ്ഥലമാണെന്ത്? ഫത്തേപൂർ സിക്രി. അതിൻ്റെ കവാടത്തിൻ്റെ പേരാണ് ബുലന്ദ് ദർവാസ. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ഫ്ലീറ്റ് സ്ട്രീറ്റ് ലണ്ടനിലാണ്. ഫ്ലീറ്റ് സ്ട്രീറ്റ് ലണ്ടനിലാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വിവരശേഖരണത്തിൻ്റെ ഏറ്റവും കുഞ്ഞു ഘടകം ഏതാ? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിട്ട് വിവരശേഖരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ബൈറ്റ് എന്ന് പറയും. ബൈറ്റ്. സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നടക്കുന്ന നഗരം? സമ്മാനദാനം കൊടുക്കുന്ന നഗരമാണ് ഓസ്ലോ. സമാധാന നോബൽ സമ്മാനം നടക്കുന്ന നഗരമാണ് ഓസ്ലോ. കായിക ലോകത്തെ ഓസ്കാർ ലോറസ് അവാർഡാണ്. ലോറസ് അവാർഡ്. ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം രചിച്ചത് സോഫോക്ലിസ് ആണ്. സോഫോക്ലിസ്. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? 2 ഭൂഖണ്ഡങ്ങളിലായിട്ട് നമുക്കറിയാം. ഇസ്താംബുൾ ആണ്. ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇസ്താംബുൾ 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇസ്താംബുൾ. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്താണ്? സോഡിയം സിലിക്കേറ്റ് ആണ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്താണ്? സോഡിയം സിലിക്കേറ്റ് ആണ്. സോഡിയം സിലിക്കേറ്റ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ചാൾസ് ബാബേജ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവിശ്വാസ പ്രമേയം നേരിട്ട മുഖ്യമന്ത്രി കെ കരുണാകരൻ. ആരാണ്? കെ കരുണാകരൻ. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ ചുമ്മാ നമുക്ക് പറയാം, ജസ്റ്റ് ആലോചിച്ച ആലപ്പുഴയാണ്. ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട കൊണ്ടുവന്നത് ബാബറാണ്. ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ആദ്യമായി ഉപയോഗിച്ചത് ബാബറാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരമാണ് റെഡ് വുഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം റെഡ് വുഡാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കൊച്ചി കോട്ട. കൊച്ചി കോട്ട.
കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനമാണ് ജിറാഫ്. കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനമാണ്. നാക്കിന് നീളം കൂടുതലുള്ള സസ്തനം എന്ന് ചോദിച്ചാലും ജിറാഫിൻ്റെ നാക്കിനാണ് ഏറ്റവും നീളം കൂടുതൽ. ഏറ്റവും നീളമുള്ള പാമ്പ് റെക്ടിക്കുലേറ്റഡ് പൈത്തൺ. ഏറ്റവും നീളമുള്ള പാമ്പാണ് റെക്ടിക്കുലേറ്റഡ് പൈത്തൺ. കാഴ്ച കൊണ്ടല്ലാതെ വഴിയെറിയുന്ന സസ്തനമാണ് സസ്തനി. കാഴ്ച കൊണ്ടല്ലാതെ വഴിയെറിയുന്നത് വവ്വാലാണ്. കാശിയുടെ പുതിയ പേരാണ് വാരണാസി. കാശിയുടെ പുതിയ പേര് വാരണാസി. ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രിയാണ്. 5 ഡിഗ്രി ചെരിഞ്ഞാണ് കേട്ടോ. ഇമ്പീരിയൽ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ഉൽപരിവർത്തന സിദ്ധാന്തം, ഹ്യൂഗോ ഡി വ്രീസ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? ന്യൂയോർക്കിലാണ്. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണെന്നറിയാവോ? വിസ്ഡൻ ആണ്. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് ഒച്ച്. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ചാണ്. അവനവനാത്മസുഖത്തിനാചരിപ്പവയവരന്നു സുഖത്തിനായി വരേണം. ആരാ അങ്ങനെ പാടിയത്? അല്ലെ അങ്ങനെ എഴുതിയതാരാ? ഗുരുവാണ്. അവനവനാത്മസുഖത്തിനാചരിപ്പവ അവരന്നു സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ട് ചൈനയിൽ എന്ന കൃതി സർദാർ KM പണിക്കറാണ്. ചൈനയിൽ അംബാസഡർ ആയിരുന്നു അല്ലേ? അപ്പോൾ രണ്ട് ചൈനയിൽ എന്ന കൃതി KM പണിക്കറാണ്. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. ഭാവിയുടെ ലോഹമാണ് ടൈറ്റാനിയം. യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. ഉറൂസ് ഏത് മതക്കാരുടെ? ഉറൂസ് ഇസ്ലാം. ഇന്ത്യയുടെ ചായത്തോട്ടം ആസാം. യങ് പ്രസ്ഥാനം നയിച്ചവർ ഗ്യാരിബാൾഡിയും മസീനിയും. യങ് പ്രസ്ഥാനം നയിച്ചവർ ഗ്യാരിബാൾഡിയും മസീനിയും. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എഡ്വിൻ അർണോൾഡിൻ്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുദ്ധൻ്റെ. ലഘുഭാസ്കര്യത്തിൻ്റെ കർത്താവാണ് ശങ്കരനാരായണൻ. ലഘുഭാസ്കര്യം ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂന. പൂനെ. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആരാ? രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞത് ജോൺ എഫ് കെന്നഡി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇന്ത്യയിലെ യഥാർത്ഥ നിർവഹണ അധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയാണ്. സഭ നിലവിലെ കേന്ദ്രമന്ത്രിമാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി കാണുക. കറണ്ട് അഫയേഴ്സിൻ്റെ
ലിങ്ക് കേട്ടോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാ അധികാരവും അല്ലേ? ഇന്ത്യയിലെ യഥാർത്ഥ നിർവഹണ അധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കയർഫെഡിൻ്റെ ആസ്ഥാനം അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് പറഞ്ഞു വിടാം. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരാണ്? ആംഗ്ലോ ഇന്ത്യൻ സ്റ്റീഫൻ പാദുവ. സ്റ്റീഫൻ പാദുവ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് സ്റ്റീഫൻ പാദുവ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത്. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനലാണ്. പാമ്പൻ ചാനൽ. മാവിൻ്റെ ജന്മദേശം നമ്മുടെ ഇന്ത്യയാണ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. 1971 ഭാരതരത്നം. 71 ഭാരതരത്നം കിട്ടുന്നത്. പിന്നെ ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6 ശതകത്തിലാണ്. ബുദ്ധമതവും ജൈനമതവും ഉടലെടുത്തത് BC 6 ശതകത്തിലാണ്. കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര. കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്ക. ക്ഷാരപദാർത്ഥങ്ങളിൽ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും എന്താകും? ക്ഷാരപദാർത്ഥങ്ങളിൽ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും എന്താവും? നീലയാവും. നീല. അടുത്ത ക്വസ്റ്റ്യന്, വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രമാണ് ചാണക്യൻ. വിശാഖദത്തൻ എഴുതിയ കൃതിയാണ് മുദ്രാരാക്ഷസം. അതിലെ പ്രധാന കഥാപാത്രമാണ് ചാണക്യൻ. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര്. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് കോസ്മിക് ഇയർ. ക്ഷീരപദ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് കോസ്മിക് ഇയർ. ത്രിപുര സുന്ദരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര സുന്ദരി ക്ഷേത്രം ത്രിപുരയിൽ തന്നെ. ത്രിപുര. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത്. വിശുദ്ധ പർവ്വതം ഫ്യൂജിയാമ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗാനഗന്ധർവൻ യേശുദാസ്. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്. ത്രിപുരയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലത്തെ ഭരണ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവാണ് മഹാരാജ മാണിക്യ ബഹദൂർ. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകൻ്റെ ശിലാരേഖയാണ് കേട്ടോ. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകൻ്റെയാണ്. കരഭാഗം മുഴുവനും സെനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം. സെനഗൽ. കരഭാഗം മുഴുവനും സെനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം. അതിൻ്റെ കര മൊത്തം ഗാംബിയ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായത് വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ വക്കം പുരുഷോത്തമൻ. ത്രിമൂർത്തികൾ ആരെല്ലാം? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അവരാണ്. ഏത് വൈസ്രോയ്ക്കാണ് 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കുടങ്ങൾ.
കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ കുടിപ്പള്ളിക്കുടങ്ങൾ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് കെവിലാർ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? കെവിലാർ. ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കിട്ടക്കോട്ട? വെങ്കിടക്കോട്ട, കോട്ടക്കൽ. വെങ്കിടക്കോട്ട, കോട്ടക്കൽ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, പിന്നെ സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദ പ്രകാരം. നോമിനേഷൻ, പ്രസിഡന്റിൻ്റെ നോമിനേഷൻ ആർട്ടിക്കിൾ എത്ര? 80. ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ചത് അമുണ്ട്സൺ ആണ്. ദക്ഷിണ ധ്രുവം കണ്ടുപിടിച്ചത് ആരാണ്? അമുണ്ട്സൺ. 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 ദക്ഷിണ ധ്രുവം. യുറേനിയത്തിൻ്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത്? യുറേനിയത്തിൻ്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നതാണ് കറുത്തീയം. കറുത്തീയമാണ് അവസാനം ലഭിക്കുന്നത്. കറുത്തീയം. ഏതു വംശജരായിരുന്നു അടിമ സുൽത്താൻമാർ? അടിമ സുൽത്താൻമാർ തുർക്കി വംശജരായിരുന്നു. അടിമ വംശജർ തുർക്കി അടിമ സുൽത്താൻമാർ തുർക്കി വംശജർ ആയിരുന്നു. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന നദിയുടെ പോഷക നദി. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്റ്റ? ബ്രഹ്മപുത്രയുടെ. ഏതു വർഗക്കാരുടെ ആക്രമണമാണ് ഗുപ്തഭരണത്തെ ക്ഷയിപ്പിച്ചത്? ഏതു വർഗക്കാരുടെ ആക്രമണമാണ് ഗുപ്തഭരണത്തെ ക്ഷയിപ്പിച്ചത്? ഹൂണന്മാർ. ഹൂണന്മാരുടെ ആക്രമണമാണ്. ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ്? ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ് ചണ്ഡീഗഡിലാണ്. ഓപ്പൺ ഹാൻഡ് മോണുമെൻ്റ് ചണ്ഡീഗഡ്. ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര? ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര എവിടെയാണ്? അന്റാർട്ടിക്ക. ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകര എവിടാ? അന്റാർട്ടിക്കയിലാണ് കേട്ടോ. ദക്ഷിണ ധ്രുവം. ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് നിയമപരമായി അവകാശമാക്കിയ ആദ്യ രാജ്യം? ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് നിയമപരമായി അവകാശമാക്കിയ ആദ്യ രാജ്യമാണ് ഫിൻലൻഡ്. ഫിൻലൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദക്ഷിണ ചൈനാക്കടൽ ഏത് ദ്വീപിൻ്റെ ഭാഗമാണ്? ദക്ഷിണ ചൈനാക്കടൽ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ദ്വീപിൻ്റെ ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ദക്ഷിണ ചൈനാക്കടൽ ഏത് ദ്വീപിൻ്റെ ഭാഗമാണ്? ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രം. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് നമുക്കറിയാം, ജോർജ് വാഷിങ്ടൺ. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി നദി. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം ആസാമിലെ ലോഹിത് നദിക്ക് കുറുകെയാണ്. ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? കേരള ഗവർണറായ ശേഷം പ്രസിഡന്റാണ് BV ഗിരി. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത്? വീണപൂവ് രചിച്ചത് എവിടെ വെച്ചാ? ജൈനിമേട്ടിൽ വെച്ചാണ് വീണപൂവ് രചിച്ചത്. ഇന്ത്യയിൽ പാഴ്സികൾ ആദ്യമായി താവളമടിച്ച സ്ഥലം? ഇന്ത്യയിൽ പാഴ്സികൾ ആദ്യമായി താവളമടിച്ച സ്ഥലമാണ് സജ്ജാം. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകമാണ് നോട്ടിക്കൽ മൈൽ. ഇന്ത്യയിലെ നിലക്കടല ഗവേഷണ കേന്ദ്രം എവിടെ? ജുനഗഡ്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവിയാണ് സീൽ. കേക്കുകളുടെ നാടാണ് സ്കോട്ട്ലൻഡ്. ആദ്യ ഒളിമ്പിക് ഗെയിം നടന്നത്
പുരാതന ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ BC 776, ആധുനികം 1896. ആധുനിക ഒളിമ്പിക്സ് 1896, പുരാതനം BC 776. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ പാസാക്കിയ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ പാസായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോൾ നേടിയ ഫ്രഞ്ച് താരം ലൂസിയൻ ലോറാങ്. ആദ്യ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടിയത് ലൂസിയൻ ലോറാങ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ജനറൽ AS വൈദ്യ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവൻ ജനറൽ AS വൈദ്യ. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് K കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജി. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കൊണ്ടദേവാണ്. ദാദാജി കൊണ്ടദേവ്. ഇത്രയും പോയിന്റ് ഇന്ന് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.